ഇനാമൽ തേഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് പല്ലിന് ക്യാപ്പ് ചെയ്യാൻ പറ്റും. ചില റൂട്ട് കനാൽ ചെയ്ത് പല്ലിനെ ക്യാപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമുക്ക് ഒരു അസുഖം ഉണ്ടെങ്കിലേ അതിനുള്ള മെഡിസിൻസ് കഴിക്കാവുള്ളൂ. അതേപോലെ തന്നെയാണ് സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സെൻസിറ്റിവിറ്റിക്കുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാനുള്ളത്. നമ്മൾ മോണ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റിലും ഒരു റെഡ്നെസ് കാണാൻ പറ്റും. പിന്നെ ക്രമേണ അവിടെ ഒരു തടിപ്പും വേദനയും അനുഭവിക്കുന്നത് കാണാം. പ്രായഭേദമന്യേ കണ്ടുവരുന്ന ഒന്നാണ് പല്ലുവേദന. പല്ലുവേദന എപ്പോഴെങ്കിലും വരാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ റെന അഭിലാഷാണ്. ശക്തി ഹോസ്പിറ്റൽ പ്രാവച്ചമ്പലം ഡെന്റിസ്റ്റാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ഡോക്ടർ, പല്ലുവേദന വരാത്ത ആരും ഉണ്ടാവില്ല. പല്ലുവേദന എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പല്ലുവേദന ഉണ്ടാവുന്നത് പല്ലിൻ്റെ ചില കണ്ടീഷനിൽ പല്ല് കേടാണെങ്കിൽ പല്ലിന് വേദന ഉണ്ടാകാം. മോണരോഗം കാരണം പല്ലിന് വേദന ഉണ്ടാകാം. എന്തെങ്കിലുമൊക്കെ മോണയിൽ അൾസേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിലും പല്ലിന് വേദന ഉണ്ടാകാം. കേട് പൽപ്പിലെത്തുമ്പോഴാണ് യൂഷ്വലി വളരെ സിവിയർ ആയിട്ടുള്ള വേദന ഉണ്ടാകുന്നത്. പിന്നെ പല്ലിന് പുളിപ്പ് കാരണം പല്ലിന് വേദന ഉണ്ടാകാം. പിന്നെ നമ്മുടെ ഒക്ലൂഷൻ നേരെയല്ല, നമ്മളെ ബൈറ്റ് നേരെയല്ല എന്നുണ്ടെങ്കിലും പല്ല് വേദന ഉണ്ടാകാം. നമ്മൾ പല്ല് എപ്പോഴും കറമ്പിക്കൊണ്ടിരിക്കുവാണെങ്കിലും പല്ല് വേദന ഉണ്ടാകാം. അപ്പോൾ ആ പല്ലിന് വേദന അത് ഇനാമൽ തേഞ്ഞ് അവസാനം അത് ഡെന്റിന് പൾപ്പ് എക്സ്പോഷറായിട്ട് പല്ലിന് വേദന ഉണ്ടാകാം. ഈ ഇനാമൽ തേഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇനാമൽ തേഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് പല്ലിനെ ക്യാപ്പ് ചെയ്യാൻ പറ്റും. ചില റൂട്ട് കനാൽ ചെയ്ത് പല്ലിനെ ക്യാപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനാമൽ തേഞ്ഞ് പോയ കണ്ടീഷൻസിന്. ഓക്കെ. ഈ ഇനാമൽ തേഞ്ഞ് പോകുമ്പോഴാണോ നമുക്ക് പുളിക്കും പോലെയൊക്കെ തോന്നുന്നത്? ഇനാമൽ തേഞ്ഞ് പോകുമ്പോഴാണ് കൂടുതൽ നമുക്ക് സെൻസിറ്റിവിറ്റി തുടങ്ങുന്നത്. ഓക്കെ. ഈ സെൻസിറ്റിവിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുമോ? മിക്കവാറും പ്രായമായ ആൾക്കാരിലായിരിക്കും കൂടുതലും ഈ സെൻസിറ്റിവിറ്റി വരുന്നത്. അതെങ്ങനെ മാറ്റാം? സെൻസിറ്റിവിറ്റി മാറ്റാനായിട്ട് യൂഷ്വലി നമുക്ക് സെൻസിറ്റിവിറ്റിക്കുള്ള ടൂത്ത് പേസ്റ്റുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റിയിലുള്ള ടൂത്ത് പേസ്റ്റുകളാണ് ചിലവർ ഡെയിലി യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ തെറ്റായിട്ടുള്ള യൂസേജാണ്. നമുക്ക് ഒരു അസുഖം ഉണ്ടെങ്കിലേ അതിനുള്ള മെഡിസിൻസ് കഴിക്കാവുള്ളൂ. അതേപോലെ തന്നെയാണ് സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സെൻസിറ്റിവിറ്റിക്കുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാനുള്ളത്. അല്ലാത്ത പക്ഷം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ഏത് വെള്ള ടൂത്ത് പേസ്റ്റും നമുക്ക് യൂസ് ചെയ്യാം. പേസ്റ്റ് രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം. കഴിയുന്നതും ജെൽ പോലത്തതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഈ കുട്ടികളിൽ പല്ലുവേദന വരുന്നതും എന്താണ് കാരണങ്ങൾ? ഈ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് പല്ല് കേടാവുന്നത്, ചോക്ലേറ്റും അതുപോലെയുള്ള മധുരപലഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് പല്ല് കേടാവുന്നതെന്ന് പറയുന്നത് ശരിയാണോ? മധുരപലഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ട് പല്ല് കേടാൻ സാധ്യത കൂടുതലാണ്. എക്സ്പെഷ്യലി അത് കഴിച്ചതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് പല്ല് തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല്ല് കേടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ കുട്ടികളിൽ നമ്മൾ ഈ പാല് കൊടുത്തതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൊടുത്ത് നല്ലോണം കഴിയിക്കാം. കുഞ്ഞിനെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ പിള്ളേർ പാല് കുടിച്ചതിന് ശേഷം അങ്ങനെ അങ്ങ് കിടത്തി ഉറക്കുവാണെങ്കിൽ ആ പാൽ അവിടെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പല്ലുകളിൽ കേടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നാണ് ആ കണ്ടീഷൻ, ടൂത്ത് കേടായിരിക്കുന്ന ആ കണ്ടീഷന് നമ്മൾ പറയുന്നത്. അപ്പം അത് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോൾ പാല് കൊടുത്തതിന് ശേഷം വളരെ കുഞ്ഞ് ഏജിൽ തന്നെ പാൽപ്പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ പല്ലുവേദന വരുമ്പോൾ നമുക്ക് എന്താണ് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന? പല്ലുവേദന പെട്ടെന്ന് ഒരു ദന്ത ഡോക്ടറെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പൊടിക്കൈകൾ പറയാം? പൊടിക്കൈകൾ നമുക്ക് ഒരു മൗത്ത് വാഷ് എടുത്ത് ഒന്ന് റിൻസ് ചെയ്താൽ കുറച്ച് നേരത്തേക്ക് ഒരു ശമനം ഉണ്ടാകാം. അതൊരു റെമഡിയാണ്. ചെറിയ ഉപ്പുവെള്ളത്തിൽ വായ കഴുകുക. പിന്നെ നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്യാം. ആ ഏരിയ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് റിമൂവ് ആവുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് എന്താണ് കാരണം എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മെഡിക്കേഷൻസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ പല്ലുവേദന മാറി. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പല്ലുവേദനയായിട്ട് വരുന്നത്? പല്ലിൻ്റെ വേദനയല്ലല്ലോ. ഇപ്പം മോണയിൽ വേദന വരാം, അല്ലെങ്കിൽ നമ്മുടെ ടങ്കിൽ വേദന വരാം. അപ്പോൾ ഇതെല്ലാം ഒരു കാരണങ്ങളല്ലേ? നമുക്ക് മോണയിൽ നമ്മൾ ഈ പറയുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ മോണയിൽ അടിയിൽ ചെല്ലുമ്പോഴാണ് മോണരോഗങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്.
അത് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കളഞ്ഞിട്ടില്ലെങ്കിൽ, ഫ്ലോസ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അത് ആ അഴുക്ക് അവിടെ അടിഞ്ഞിട്ടാണ് പല്ലിന് ബലക്കുറവ് വരെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അതുമൂലം പല്ലിന് ചുറ്റുള്ള ഏരിയയിലും ഇൻഫെക്ഷൻ ഉണ്ടായി പസ് ഉണ്ടാകാനും ആ പല്ലിൽ ആട്ടം വരാനും ക്രമേണ അത് ഇളകിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം എപ്പോൾ നമുക്ക് ഒരു പല്ലുവേദന വരുവാണ് അല്ലെങ്കിൽ പുളിപ്പ് തോന്നുകയാണെങ്കിലും നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ട് അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുക ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പല്ലിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും നമ്മൾ എപ്പോഴും നോക്കിയാലും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. ഇൻ്റർഡെൻ്റൽ ഫ്ലോസസ് യൂസ് ചെയ്ത് പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കും കൃത്യമായിട്ട് മാറ്റണം. ഈ മോണരോഗം എന്ന് പറയുന്നത് എന്താണ്? മോണരോഗം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ, അതായത് നമ്മളുടെ പുറത്തുള്ള ഗംസിൽ ഇൻഫെക്ഷൻ അടിക്കുന്നതിനെയാണ് മോണരോഗം എന്ന് പറയുന്നത്. അപ്പോൾ മോണരോഗം നമ്മൾ കൃത്യമായിട്ട് പല്ല് തേച്ചില്ലെങ്കിൽ ചില അസുഖങ്ങൾ കാരണം, ഡയബറ്റിസ് അതുപോലത്തെ അസുഖങ്ങൾ കാരണം മോണരോഗം ഉണ്ടാകാം. പിന്നെ നമ്മൾ സ്മോക്ക് ചെയ്യുക, ആൽക്കഹോൾസ് എടുക്കുക, അത് കാരണവും മോണരോഗം ഉണ്ടാകാം. മോണരോഗം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മോണ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റിലും ഒരു റെഡ്നെസ് കാണാൻ പറ്റും. പിന്നെ ക്രമേണ അവിടെ ഒരു തടിപ്പും വേദനയും അനുഭവിക്കുന്നത് കാണാം. ചില കേടായ ടീത്തുകൾ കാരണവും നമുക്ക് മോണയിലും അതിൻ്റെ ചുറ്റിലും തടിപ്പുകൾ വരാൻ പറ്റും. ഇതെല്ലാം പല്ലുവേദനയ്ക്കും മോണവേദനയ്ക്കും കാരണങ്ങളാകാം. ഓക്കെ. അപ്പം ഇത് ഈ മോണരോഗം വരുന്നത് നമുക്ക് പല്ലുവേദനയായിട്ടാണോ ഫീൽ ചെയ്യുന്നത്? ഇല്ല, മോണരോഗം വരുന്നത് നമുക്ക് കുറേ സ്പേസിങ് വരും. മോണരോഗം കാരണം നമുക്ക് ആ ഗംസ് ഇൻഫ്ലെയിംഡ് ആവും, ഗംസിൽ നിന്ന് ബ്ലഡ് വരാം, ഗംസ് എല്ലാം ചുവന്നിരിക്കും, പല്ലുകൾ ആടാം, പല്ലുകൾ സ്പേസിങ് വരാം. ഇതെല്ലാം മോണരോഗം കാരണം ഉണ്ടാകാം. നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് ബ്രഷ് ചെയ്യുകയും നമ്മളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. മോണരോഗം ട്രീറ്റബിൾ ആണ്. എന്ന് വെച്ചാൽ മോണരോഗം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് ക്ലീനിങ് അതിലൊക്കെ നമുക്ക് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ അഡ്വാൻസ് സ്റ്റേജസ് ആണെങ്കിൽ നമുക്ക് ഫ്ലാപ്പ് സർജറി ഉണ്ട്. അതായത് നമ്മൾ ആ മോണയിൽ നിന്നൊന്ന് മാറ്റി അതിൻ്റെ അടിയിലുള്ള പസ്സൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചിലപ്പം ബോൺ ഗ്രാഫ്റ്റ് വല്ലതും വേണ്ടി വരും സപ്പോർട്ട് ചെയ്യാനായിട്ട് പല്ലിനെ. അങ്ങനെ ബോൺ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് ആ ഫ്ലാപ്പ് തിരിച്ച് അതേപോലെ വെച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിനും അതുപോലെ കേട് വരില്ലേ? ഡെഫിനറ്റ്ലി. ആ പല്ലിനും റൂട്ടിനും എല്ലാം അത് ദോഷകരമാണ്. അപ്പം ഈ മോണരോഗം എത്രയും പെട്ടെന്ന് അസസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ആണ് ബെസ്റ്റ്. പല്ലുകൾ എക്സ്റേ എടുത്ത് നമ്മൾ അതിൻ്റെ ഇൻഫെക്ഷൻ്റെ എത്രത്തോളം അത് വ്യാപിച്ചിട്ടുണ്ടെന്നെല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് മോണരോഗമായിരുന്നാലും പല്ലുവേദനയായിരുന്നാലും നമുക്ക് ഏറെക്കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരെയല്ലേ? താങ്ക് യു ഡോക്ടർ.